വെൽക്കം ടു സെറ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രാൻസിയന്റ് കറണ്ട്. അപ്പൊ എന്താണ് ട്രാൻസിയന്റ് എന്ന് നോക്കാം. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ an event which takes place for a short time. ഒരു ചെറിയ ഇടവേളയിലേക്ക് മാത്രം നടക്കുന്ന ഒരു സംഗതിയെയാണ് നമ്മൾ ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിയന്റ് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ട്രാൻസിയന്റ് കറണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് സീറോയിൽ നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ സീറോയിൽ നിന്ന് ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തും. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ആ സീറോയിൽ നിന്ന് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേള ഉണ്ടാകും. ആ ഇടവേളയിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ബിഫോർ റീച്ചിങ് എ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വാല്യൂ. ഒരു കോൺസ്റ്റന്റ് വാല്യൂ എത്തുന്നതിന്റെ മുമ്പേ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ആൻ ഓസിലേറ്ററി ഓർ അപ്പീരിയോഡിക് കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ എ സർക്യൂട്ട് ഫോർ എ ഷോർട്ട് ടൈം. അത് ഓസിലേറ്ററി ആകാം, അല്ലെങ്കിൽ അപ്പീരിയോഡിക് ആവാം. പീരിയോഡിക് ആവണമെന്ന് നിർബന്ധമില്ല. അത്തരം കറണ്ടിനെയാണ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഫോർ എ ഷോർട്ട് ടൈം. അത്തരം കറണ്ടിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ട്രാൻസിയന്റ് കറണ്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ സിംഗിൾ എനർജി ട്രാൻസിയന്റ് ഉണ്ട്, ഡബിൾ എനർജി ട്രാൻസിയന്റ് ഉണ്ട്. അപ്പൊ പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സിംഗിൾ എനർജി ട്രാൻസിയന്റും ഡബിൾ എനർജി ട്രാൻസിയന്റും നമുക്ക് നോക്കാം. എന്താണ് സിംഗിൾ എനർജി ട്രാൻസിയന്റ്? അപ്പൊ നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കപ്പാസിറ്റർ എന്തിനാ സ്റ്റോർ ചെയ്യുക? കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ അകത്ത് ചാർജ് ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. എന്ത് എനർജിയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ചാർജ് സ്റ്റോർ ചെയ്യുന്നു. ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്ററിന്റെ അകത്ത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലേ? ഇനി നമുക്കറിയാം ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു സോളിനോയിഡ്, ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഏതാ എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് കൂടെ ഉണ്ടാകുന്ന കറണ്ടിന് മാറ്റം സംഭവിക്കുമ്പോൾ ഇതിന്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടും ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് എനർജി, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുക. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇൻഡക്ടറിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി. ഇനി നമ്മൾ എന്താണ് സിംഗിൾ എനർജി ട്രാൻസിയന്റ്, എന്താണ് ഡബിൾ എനർജി ട്രാൻസിയന്റ് നോക്കാൻ പോകാം. സിംഗിൾ എനർജി ട്രാൻസിയന്റ് മീൻസ് only one form of energy is involved, either electrostatic or electromagnetic. സിംഗിൾ എനർജി ട്രാൻസിയന്റ് കറണ്ടില് ഒന്നില്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി മാത്രമേ ഇൻവോൾവ് ആകുകയുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. എക്സാമ്പിൾ, CR സർക്യൂട്ട്, റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള ഒരു സർക്യൂട്ട്. അതിന്റെ അകത്ത് എന്ത് എനർജി മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. ഇനി റെസിസ്റ്ററും ഇൻഡക്ടറും മാത്രമുള്ള ഒരു സർക്യൂട്ട്, അതിന്റെ അകത്ത് എന്ത് എനർജി മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. സോ ഈ സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന ട്രാൻസിയന്റ് കറണ്ടിനെയാണ് സിംഗിൾ എനർജി ട്രാൻസിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ, അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഇനി ഡബിൾ എനർജി ട്രാൻസിയന്റ്, both electrostatic and electromagnetic energies are involved. LCR സർക്യൂട്ടില് അവിടെ ഇൻഡക്ടറും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. അപ്പൊ ഇൻഡക്ടറിൽ എന്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടും? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ഇൻഡക്ടറിൽ എന്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടും? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യപ്പെടും. കപ്പാസിറ്ററിൽ എന്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടും? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ഇത് രണ്ടും കൂടി ഉണ്ടാകുന്ന ഇന്റർ കൺവേർഷൻ അതിൽ നടക്കും. സോ അതുകൊണ്ടാണ് ഇത്തരം ട്രാൻസിയന്റ് കറണ്ടുകളെ നമ്മൾ ഡബിൾ എനർജി ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഏതാണ്? LCR സീരീസ് DC സർക്യൂട്ട്. DC ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നേരെ സിംഗിൾ എനർജി ട്രാൻസിയന്റിലേക്ക് പോകാം. ആദ്യം ഇൻഡക്ടറും റെസിസ്റ്റൻസും ഉള്ള സർക്യൂട്ട് പഠിക്കും, പിന്നെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ട് പഠിക്കും. അത് കഴിഞ്ഞാൽ സിംഗിൾ എനർജി ട്രാൻസിയന്റ് കഴിഞ്ഞു. പിന്നെ പഠിക്കാനുള്ളത് ഡബിൾ എനർജി ട്രാൻസിയന്റ്. ഡബിൾ എനർജി ട്രാൻസിയന്റിൽ LCR സർക്യൂട്ട്, പിന്നീട് ബല്ലിസ്റ്റിക് ഗാൽവനോമീറ്റർ തിയറി, അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് സിംഗിൾ എനർജി ട്രാൻസിയന്റിലെ ആദ്യത്തെ സർക്യൂട്ട്? DC ട്രാൻസിയന്റ് കറണ്ട് ഇൻ
LR സീരീസ് സർക്യൂട്ട്. ഓക്കെ, നമ്മൾ ആദ്യം LR സർക്യൂട്ട് വരയ്ക്കാൻ പോകും. LR സർക്യൂട്ട് വരയ്ക്കണം. ഇതാണ് ഓക്കെ. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടാകും, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടാകും, ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ടാകും, ഒരു ഇൻഡക്ടറും ഉണ്ടാകും. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് R, ഇൻഡക്ടൻസ് L. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട് DC. ആദ്യം കീ ഓൺ ചെയ്യുന്നു. കീ ഓൺ ചെയ്താൽ എന്താ സംഭവിക്കാം? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് 0-യിൽ നിന്ന് ഒരു മാക്സിമം വാല്യൂയിലേക്ക് ഗ്രോ ചെയ്യും. പിന്നെ അത് സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും, പിന്നെ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കും. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഗ്രോത്ത് ഓഫ് കറണ്ട്? അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് കറണ്ട് ആണ്. ഗ്രോത്ത് ഓഫ് കറണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു, അപ്പൊ കറണ്ട് 0-യിൽ നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് എത്തുന്നു. ഗ്രോത്ത് ഓഫ് കറണ്ട്. അപ്പൊ ഇവിടെ കൊടുത്ത സെല്ലിന്റെ EMF ഇൻഡക്ടറും റെസിസ്റ്റൻസും ഈക്വൽ ആയിട്ട് പങ്കിടും. അപ്പം ഈക്വൽ ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് R and L. ഓക്കെ, E ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ? V ഈസ് ഈക്വൽ ടു IR. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ? L ഇൻറ്റു DI/dt. കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടാവുകയുള്ളൂ. സോ L ഇൻറ്റു DI/dt. മാക്സിമം കറണ്ട് എത്ര വരിക? മാക്സിമം കറണ്ട് ഇത് സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കറണ്ട് എന്താ? നമുക്കറിയാം. മാക്സിമം കറണ്ട് ഓർ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട്, മാക്സിമം കറണ്ട് ഓർ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് I0 എന്ന് പറയുന്നത് E/R ആണ്. എന്താണ് E/R? ഓംസ് ലോ. ഓർ E is equal to I0R ആണ്. E is equal to എന്താണ്? I0R. സോ ഞാൻ എഴുതുന്നു I0R is equal to IR plus L into DI/dt. സോ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. നോക്കാം. I0R is equal to IR plus L into DI/dt. ഇതല്ല ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം? I0 മൈനസ് I into R. ഞാൻ IR-നെ ഇപ്പുറത്തേക്ക് എടുത്തു. I0 മൈനസ് I into R is equal to L into DI/dt. ഇനി വാരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാം. R/L into dt-നെ മൊത്തം ഇങ്ങോട്ടും കൊണ്ടുവരിക, I-ന്റെ ടേംസിനെ ഒക്കെ അങ്ങോട്ടും കൊണ്ടുപോവുക. DI/I മൈനസ് I0. ഓൺ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇന്റഗ്രേറ്റിംഗ്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. ഓൺ ഇന്റഗ്രേറ്റിംഗ് R/L into T. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? R/L into T. DI/I മൈനസ് I0-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? I0 മൈനസ് I ആണ്, I/I0 അല്ല. ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തുക അവിടെ. I0 മൈനസ് I. സോ ലോഗ് I0 മൈനസ് I ആയതുകൊണ്ട്, വാരിയബിൾ I ആയതുകൊണ്ട് നമ്മൾ ഒരു മൈനസ് I-ന്റെ കോഎഫിഷ്യന്റിനെ മുന്നിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ മൈനസ് ലോഗ് I0 മൈനസ് I പ്ലസ് C. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുന്നു. C സോൾവ് ചെയ്തെടുക്കണം. C when t is equal to 0, ടൈം 0 ആകുമ്പോൾ, when t is equal to 0, I എന്താണ്? 0 ആണ്. I 0 ആണ്. കറണ്ട് 0 ആണ്. ഇനീഷ്യലി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് 0 ആണ്. ദാറ്റ് മീൻസ് R/L into 0 is equal to 0. 0 is equal to minus log I0 minus I. I എന്താ? 0. log I0 plus C. That is C is equal to log I0. C is equal to എന്ത് കിട്ടും? log I0.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആർ ബൈ എൽ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് I0 മൈനസ് ഐ സി എന്ത് കൊടുക്കുന്നു, സി പ്ലസ് ലോഗ് I0 എന്ന് കൊടുക്കുന്നു. ഞാൻ RHSലുള്ള ആൾക്കാരെ മൊത്തം LHSലേക്ക് കൊടുക്കുന്നു, LHSലുള്ള ആളെ മൊത്തം RHSലേക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ലോഗ് I0 മൈനസ് ഐ അത് പോസിറ്റീവായി, മൈനസ് ലോഗ് I0 is equal to minus R by L into T. So log A minus log B എന്താ, log A by B. Log I0 minus I divided by I0 is equal to minus R by L into T. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷിയേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ രണ്ട് സൈഡും എക്സ്പോണൻഷിയേറ്റ് ചെയ്യുന്നു, ലോഗ് ഒഴിവാക്കുന്നു. ലോഗ് ഒഴിവാക്കുമ്പോൾ ഇവിടെ I0 minus I by I0 is equal to e raised to minus R by L into T എന്ന് കിട്ടുന്നു. ഇനി I0 by I0 എന്താ, 1 minus I by I0 is equal to e raised to minus R by L into T അല്ലേ. or I by I0 is equal to 1 minus e raised to minus R by L into T. അല്ലെങ്കിൽ I is equal to I0 into 1 minus e raised to minus R by L into T. ഇതാണ് ഇക്വേഷൻ. ഇതാണ് നമ്മളെ ഗ്രോത്ത് ഓഫ് കറന്റിന്റെ ഇക്വേഷൻ. I is equal to I0 into 1 minus e raised to minus R by L into T. ഇത്രയും നിങ്ങൾ പ്രൂവ് ചെയ്യണം ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രോത്ത് ഓഫ് കറന്റ്. ഓക്കെ, ഇനി നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആക്ച്വലി ടി ഇൻഫിനിറ്റ് ആയാൽ എന്താ സംഭവിക്കുക, ടി ഇൻഫിനിറ്റ് ആയാൽ എന്താ സംഭവിക്കുക, ടൈം ഇൻഫിനിറ്റ് ആയാൽ, that is I is equal to I0 into 1 minus e raised to minus R by L into infinite. e raised to minus infinite, 1 by e raised to infinite, 1 by infinite വരും, അത് 0 വരും. ഈ ക്വാണ്ടിറ്റി എന്തിലേക്ക് പോകും, ഇത് 0 ആകും. സോ I എന്തായിട്ട് മാറും, I is equal to I0 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ I മാക്സിമം വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്നാണ് അർത്ഥം. ഇതിന്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്രാഫ് എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ടിനെ, എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ കറണ്ടും ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഇവിടെ നടക്കുന്നത്. ആദ്യം എക്സ്പോണൻഷ്യലി കറണ്ട് ഒറ്റയടിക്ക് കൂടും, എന്നിട്ട് എന്ത് ചെയ്യും, മാക്സിമം വാല്യൂവിൽ റീച്ച് ചെയ്യും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിട്ട് മാറും. ടൈം ഇൻഫിനിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് I0 ആയിട്ട് മാറും. കറണ്ട് എന്തായിട്ട് മാറും, I0 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഗ്രോത്ത് ഓഫ് കറണ്ടിൽ നടക്കുന്നത്. നമ്മൾ ഈ ടി എന്ന് പറയുന്ന സംഗതി ഏകദേശം മൈക്രോ സെക്കൻഡ് ഒക്കെയാണ്, വളരെ ചെറിയ മൈക്രോ സെക്കൻഡിലൊക്കെ നടക്കുന്നതാണ്. 10⁻⁻⁶. ടി ഇൻഫിനിറ്റ് ഒന്നും ആവണ്ട. തിയറട്ടിക്കലി നമ്മൾ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്നു മാത്രം. ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി ടൈം കോൺസ്റ്റന്റ് നമുക്ക് നോക്കാം.